ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് തുടങ്ങിയത് തന്നെ ആദിലെ ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. ക്യാപ്റ്റൻ ആയിട്ടുള്ള ആദിലെ റോസ്റ്റ് ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പൊ ആ ഒരു സ്റ്റോർ റൂം വിഷയം സ്വാഭാവികമായിട്ടൊരു ചർച്ചയാവുന്നുണ്ട്. കാരണം പലരും ആദിലെ പോസിറ്റീവ് ആക്കാനായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റോർ റൂമിൽ പോകുന്നതിൽ നിന്നും അനീഷിനെ തടഞ്ഞു എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ അത് ലാലേട്ടൻ എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് അവർ രാവിലെ നടന്ന ആ ഒരു വഴക്കുണ്ടല്ലോ, മോർണിംഗ് സോങ്ങിന് മുമ്പായിട്ട് നടന്ന ആ ഒരു വഴക്ക്, അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. നേരത്തെ എണീറ്റതൊക്കെ ഒരു ഇഷ്യൂ ആക്കിയോ എന്ന് അനീഷിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നന്നാവാൻ പോയ ഒരാളെ ഉത്തരവാദിത്തം കൈ വന്നപ്പം നന്നാവാൻ പോയ ഒരാളെ നിങ്ങള് വഴക്ക് പറഞ്ഞോ എന്ന് അനീഷിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് കാഷ്വൽ ടോക്ക് പോലെയാണ് പറഞ്ഞതെന്ന് ലാലേട്ടന്റെ അടുത്ത് പറയുന്നുണ്ട്. ഉടനെ ലാലേട്ടൻ പറയാണ്, അങ്ങനെയൊന്നും അല്ലല്ലോ, നിങ്ങൾ കാഷ്വൽ ആയിട്ടല്ലല്ലോ സംസാരിച്ചത്, നിങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത്ര നാൾ അഭിനയിക്കുമായിരുന്നു എന്നൊക്കെ അതിലെടുത്ത് നിങ്ങൾ ചോദിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വെറുതെ ഒരു കാര്യമില്ലാതെ അനീഷിനെ പുച്ഛിച്ചു വിടുന്നുണ്ട്. പിന്നെ അനീഷിന്റെ അടുത്ത് ലാലേട്ടൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കാഷ്വൽ ആയിട്ട് ഇങ്ങനെയാണ് പിന്നെ സീരിയസ് ആയിട്ട് പറയുന്നതൊക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ ഒരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. എനിക്ക് ചിരി വന്നു എന്ന് പറഞ്ഞാലും ഇങ്ങനെയൊന്നും വെറുതെ ഇങ്ങനെ പുച്ഛിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചോദിച്ച കാര്യം ന്യായമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. അനീഷ ചോദിച്ചതിൽ എന്താണ് തെറ്റുള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഇത്രയും നാൾ അഭിനയിക്കുമായിരുന്നു എന്ന് പറയുന്നതിന് പിന്നിലെ കാരണം എന്ന് പറഞ്ഞാൽ, എല്ലാ ദിവസവും മോർണിംഗ് സോങ്ങിന് മുമ്പ് എണീക്കുന്ന ഒരാളാണ് അനീഷ്. സ്വന്തം ഭാഗം അത്രയും ക്ലിയർ ആക്കി വെച്ചിട്ടാണ് വേറുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് അനീഷ് പോകുന്നത്. മോർണിംഗ് സോങ് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞായിരുന്നു അതിൽ എണീറ്റോണ്ടിരുന്നത്. കറക്റ്റ് ആണ്, ലൈവ് കണ്ടുകൊണ്ടിരുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്കത് തറപ്പിച്ച് പറയാനായിട്ട് പറ്റും. അപ്പൊ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം എന്ന് അനീഷ് ചോദിച്ചാൽ എന്തായിരുന്നു തെറ്റ്? അപ്പൊ ലാലേട്ടൻ ഇങ്ങനെ ഈ വെറുതെ ഇങ്ങനെ ഓരോ വാക്കിലും കീറി പിടിച്ച് തന്നെ അടിക്കാൻ വന്നിരിക്കുകയാണ് അനീഷിനെ. അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 2-3 പേരെ ഇങ്ങനെ ഇപ്പൊ അനുമോളെ, ഇന്നലെ ഷാനവാസിനെ റോസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ നിന്നൊക്കെ ബിഗ് ബോസ് കാണുന്ന ഒരു ബേസിക് പ്രേക്ഷകന് മനസ്സിലാക്കാനായിട്ട് പറ്റും. നല്ല സപ്പോർട്ട് ഉള്ളവർക്കാണ് ലാലേട്ടൻ ഇങ്ങനെ വന്ന് ചായയും വടയും കൊടുക്കാറുള്ളത് എന്നുള്ളത്. അത് അനീഷിനും അനുമോൾക്കും ഈ പറഞ്ഞ ഷാനവാസിനും ഒക്കെ നല്ല രീതിയിൽ തന്നെ ക്ലൂ കിട്ടിയിട്ടുണ്ട്. സപ്പോർട്ട് ഉണ്ട്, ഫാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം.